ദേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. ദൈവത്തിൻ്റെ ആത്മാവ് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കുന്ന സമയമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കാൻ നമ്മുടെ ശരീരത്തെ നമുക്ക് വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ പരിശുദ്ധാത്മാ പ്രവർത്തിക്കും. അത്ഭുതങ്ങളും അടയാളങ്ങളും ചൊരിയപ്പെടുന്ന ദിവസങ്ങളാണ്. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച്, കർത്താവെ, എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒരു അടയാളം എനിക്ക് നൽകണമേ. എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒരു അത്ഭുതം എൻ്റെ കൺമുമ്പിൽ ഞാൻ അനുഭവിക്കട്ടെ. ഈ ആലയത്തിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ തിരിച്ചു പോകുമ്പോൾ എൻ്റെ ഈശോയെ ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഞാൻ അനുഭവിക്കട്ടെ. ഇവിടെ ആരും ഇത് കാണാൻ വന്നവരല്ല, ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരും വിശ്വസിച്ചോണം. ഇത് ഞാൻ കാണാനുള്ളതല്ല, മറിച്ച് ദൈവത്തിൻ്റെ ആത്മാവിനിൽ പ്രവർത്തിക്കുന്നതാണ്. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് എല്ലാവരും വിശ്വസിച്ചോണം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, അത്ഭുതകരമായ ശക്തി ഈ മണിക്കൂറിൽ എന്നിൽ വ്യാപരിക്കണം. പരിശുദ്ധ ബലിയർപ്പിക്കപ്പെട്ട ഈ അന്തരീക്ഷത്തിൻ്റെ ശക്തി ഞാൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് വ്യാപരിക്കണം. ഓൺലൈൻ ശുശ്രൂഷയിലൊക്കെ പങ്കെടുക്കുന്നവർ വിശ്വസിച്ചോ. നീ എവിടെയാണെങ്കിലും നിന്റെ ജീവിതം എത്ര വലിയ ദുരിതത്തിലാണെങ്കിലും ദൈവത്തിൻ്റെ ആത്മാവ് ഈ മണിക്കൂറിൽ നിന്നെ പ്രവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രുതി പറഞ്ഞ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും പരിശുദ്ധാത്മാവ് ഇങ്ങനെ ചേർത്ത് വെച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ശ്രുതി പറഞ്ഞ ഹല്ലേലൂയ. നിങ്ങൾക്ക് സന്തോഷമാണോ? എന്തെങ്കിലുമൊക്കെ പറയ്. സന്തോഷമാണോ? സന്തോഷമാണോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയിൽ സംഭവിക്കുന്ന ചില അടിസ്ഥാനപരമായ മാറ്റങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പന്തക്കുസ്ത വരെ അതിശക്തമായിട്ട് ലോകം മുഴുവൻ പലതരത്തിൽ പ്രാർത്ഥിക്കുകയായിരുന്നു. പരിശുദ്ധാത്മാവെ നിറയണമേ, പരിശുദ്ധാത്മാവെ നിറയണമേ. അങ്ങനെ പ്രാർത്ഥിച്ചോ? ശ്രദ്ധിച്ചേ, ഉണ്ടല്ലോ ഇവിടെ ഇരിക്കുന്ന ഒട്ടുമുക്കാലും പേര്, ഓൺലൈനൊക്കെ പങ്കെടുക്കുന്നവരും നിശ്ചയമായിട്ടും പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടി? പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ എന്ന് പറഞ്ഞ് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് 9 ദിവസത്തെ പരിശുദ്ധാത്മാവിനോടുള്ള നൊവേന ചൊല്ലി പ്രാർത്ഥിച്ചു. പന്തക്കുസ്ത തിരുനാള് പങ്കെടുത്ത് പ്രാർത്ഥിച്ചു. അങ്ങനെ നമ്മളെല്ലാവരും ഈ പരിശുദ്ധാത്മാ അഭിഷേകത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഇനി എന്ത്? ഇത്രയും ദിവസം ഞാൻ ഈ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചല്ലോ, ഇനി എന്ത്? ഇനി എന്താ ഞാൻ ചെയ്യണ്ടേ എന്നുള്ള ചോദ്യം നമ്മൾ ചോദിക്കുമ്പോൾ ആരോട് ചോദിക്കും? ഈ ചോദ്യം ചോദിക്കാൻ പറ്റിയത് വിശുദ്ധ ഗ്രന്ഥത്തോടാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഈ വിഷയത്തിന് കൃത്യം വ്യക്തമായി ഉത്തരം എഴുതി വെച്ചിട്ടുണ്ട്. ഏത് പുസ്തകം? പറഞ്ഞേ, ഏത് പുസ്തകം? ഏത് പുസ്തകം? അപ്പസ്തോല പ്രവർത്തനം. പറഞ്ഞേ, ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ്. അപ്പസ്തോല പ്രവർത്തനം. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തി വായിച്ചു പഠിക്കേണ്ട ഏറ്റവും സുന്ദരമായ പുസ്തകം അപ്പസ്തോല പ്രവർത്തന പുസ്തകം. പറഞ്ഞേ, അപ്പസ്തോല പ്രവർത്തന പുസ്തകം. അപ്പസ്തോല പ്രവർത്തന പുസ്തകം ആരെഴുതിയതാ? ആരെഴുതിയത്? അപ്പസ്തോല പ്രവർത്തനം ആരെഴുതിയതാ? ലൂക്ക, വിശുദ്ധ ലൂക്കാ സുവിശേഷകൻ എഴുതിയതാണ്. കാരണം വിശുദ്ധ ലൂക്കാ സുവിശേഷകന്റെ സുവിശേഷത്തിന്റെ അതേ ശൈലിയാണ് ഈ അപ്പസ്തോല പ്രവർത്തനം, ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ് എന്ന പുസ്തകത്തിലും ചേർത്ത് വച്ചിരിക്കുന്നത്. അതുകൊണ്ട് പാരമ്പര്യം പറയുന്നു വിശുദ്ധ ലൂക്ക തന്നെയാണ് അപ്പസ്തോല പ്രവർത്തനവും എഴുതിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ അപ്പസ്തോല പ്രവർത്തന പുസ്തകത്തിലാണ് പന്തക്കുസ്തയെക്കുറിച്ച് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. എത്രാം അധ്യായത്തിലാണ്? പറ, ഒച്ചത്തിൽ പറ. 2-ാം അധ്യായം. നമ്മൾ വായിക്കേണ്ട, ധ്യാനിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചേർത്ത് വെച്ച് എഴുതപ്പെട്ടിരിക്കുന്ന പുസ്തകത്തിലെ വചനങ്ങൾ അത് വായിക്കും തോറും പരിശുദ്ധാത്മാവ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്നിലും കേട്ടുകൊണ്ടിരിക്കുന്ന നിന്നിലും അതിശക്തമായി ചില കാര്യങ്ങളിൽ ഇടപെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് വിശ്വസിക്കുന്നവര് വലതുകരം ഉയർത്തി ഒച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
ശ്രദ്ധിച്ചേ, അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 4-ാം തിരുവചനത്തിൽ, ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 1 വേഴ്സ് 4, അതിൽ ഈശോ ശിഷ്യന്മാരോട് ഒരു കാര്യം പറഞ്ഞു. എന്നതാ പറഞ്ഞേ? ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ജെറൂസലേം വിട്ട് പോകരുത്, എന്നിൽ നിന്നും നിങ്ങൾ കേട്ട പിതാവിന്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ. 1:4 പറഞ്ഞു നിങ്ങൾ കാത്തിരിക്കണം. 8-ാം തിരുവചനത്തിലേക്ക് എത്തുമ്പോൾ ഈശോ ശിഷ്യന്മാരോട് അവസാനമായിട്ട് പറഞ്ഞു, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായം 8-ാം വചനം. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് മുമ്പോട്ട് വായിച്ചു പോകുമ്പോൾ 1-ാം അധ്യായം 14-ാം തിരുവചനത്തിലേക്ക് എത്തുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ഇതാ, അവർ ഏക മനസ്സോടെ യേശുവിന്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവരുടെ സഹോദരരോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. എത്ര ദിവസം പിന്നീട് തുടർച്ചയായിട്ട് അവർ പ്രാർത്ഥിച്ചു? 10 ദിവസം. എത്ര പേര്? 120ഓളം പേര് പിന്നീടുള്ള 10 ദിവസങ്ങളിൽ തുടർച്ചയായ പ്രാർത്ഥന. പ്രിയപ്പെട്ടവർ, ആ ദിവസങ്ങളിലാണ് നമ്മൾ വായിച്ചു പോകുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു വചനം തെളിയുന്നുണ്ട്. 1-ാം അധ്യായം അതിൻ്റെ 26-ാം തിരുവചനത്തിൽ ശിഷ്യന്മാരിൽ യൂദാസ് പുറത്തുപോയി. ആ യൂദാസിന് പകരം ഒരാളെയും കൂടെ തിരഞ്ഞെടുക്കും. ആ തിരഞ്ഞെടുത്ത ആളുടെ പേര് മത്തിയാസ്. അവർ കുറിയിട്ടു, മത്തിയാസിന് കുറി വീണു. അപ്പൊ 12 ശിഷ്യന്മാര്, പരിശുദ്ധ അമ്മ, അതോട് ചേർന്ന് കുറെ അധികം വിശ്വാസികളുടെ കൂട്ടായ്മ, ഇങ്ങനെ നിൽക്കുന്ന തിരുസഭയുടെ ആദ്യത്തെ ആരംഭം. അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കും, പന്തക്കുസ്താ ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവരെല്ലാവരും, ഇപ്പൊ നമ്മൾ പറഞ്ഞ അവരെല്ലാവരും 10 ദിവസത്തെ പ്രാർത്ഥന, 10-ാം ദിനത്തിൽ ഈ 120ഓളം പേര് ഒരുമിച്ചിരിക്കുമ്പോൾ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് കടന്നു വന്നു. അപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയോ? പരിശുദ്ധാത്മാവ് നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷണ വരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ആദ്യം സംഭവിച്ചൊരു കാര്യം, അവരെല്ലാവരും ആത്മാവ് കൊടുത്ത ഭാഷണ വരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ അവരുടെ നാവിന്റെ നിയന്ത്രണം ആരേറ്റെടുത്തു? പരിശുദ്ധാത്മാവ് ഏറ്റെടുത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ, ഒരാളുടെ ശരീരത്തിൽ പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ ആദ്യത്തെ അടയാളം എവിടെയാ? ആ വ്യക്തിയുടെ നാവിന്റെ നിയന്ത്രണം പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സത്യത്തിൽ വേണ്ടത് അച്ചോ, അതാ ഞങ്ങൾക്ക് വേണ്ടത്, ഞങ്ങളുടെ നാവിന്റെ നിയന്ത്രണം. ആ വിഷയം പിന്നീട് നമുക്ക് പഠിക്കാം. അപ്പൊ ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 120ഓളം പേരുടെ മേൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു. അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. അപ്പോ അവിടെയുണ്ടായിരുന്ന ജനക്കൂട്ടം മുഴുവൻ, ഒത്തിരി ദൈവജനം വന്നു ചേർന്നിട്ടുണ്ട്. ഇവർക്കൊന്നും മനസ്സിലാവണില്ല. അവർ പറഞ്ഞു, ഇവരെല്ലാവരും ഞങ്ങളുടെ ഭാഷകളിൽ ഇവർ സംസാരിക്കുന്നല്ലോ. അവർ വിസ്മയഭരിതരായി. കണ്ടോ, അവർ വിസ്മയഭരിതരായി, അവർക്കൊന്നും മനസ്സിലാകുന്നില്ല. അപ്പൊ ഇങ്ങനെ വായിച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ പത്രോസ് ശ്ലീഹ പിന്നീട് ഒരു പ്രസംഗം തുടങ്ങും. പത്രോസ് ശ്ലീഹയുടെ പ്രസംഗം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായത്തിൽ പത്രോസ് ശ്ലീഹ പ്രസംഗിക്കുകയാണ്. ആരെക്കുറിച്ചാണ് പത്രോസ് ശ്ലീഹ പ്രസംഗിച്ചത്? പറഞ്ഞേ, ആരെക്കുറിച്ചാണ് പത്രോസ് ശ്ലീഹ പ്രസംഗിച്ചത്? പത്രോസ് ശ്ലീഹ പ്രസംഗിച്ചത് പത്രോസ് ശ്ലീഹയുടെ ഭാര്യയെ കുറിച്ചാണ്. ആണോ? വീട്ടിലെ കഷ്ടപ്പാടിനെ കുറിച്ചാണ്. ആണോ? പത്രോസ് ശ്ലീഹയുടെ ബാല്യകാല അനുഭവത്തെ കുറിച്ചാണ്. ആണോ? അല്ല. പത്രോസ് ശ്ലീഹ പ്രസംഗിച്ചത് ഒരൊറ്റ കാര്യത്തെ കുറിച്ച്. ആരെക്കുറിച്ചാ? യേശുവിനെ കുറിച്ചാണ് പ്രസംഗിച്ചത്. മരിച്ചവരിൽ നിന്ന് ഉയർക്കപ്പെട്ട യേശുവിനെ കുറിച്ച് പത്രോസ് ശ്ലീഹ പ്രസംഗിച്ചപ്പോ കേട്ട് നിന്നവരുടെ ഉള്ളിൽ എന്തുണ്ടായി? ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം നുറുങ്ങി. ഏത് കേട്ടപ്പോൾ?
ഈശോയെക്കുറിച്ച് കേട്ടപ്പോൾ അവരുടെ ഹൃദയം നുറുങ്ങി. അടുത്ത വചനം വായിച്ചേ. പത്രോസിനോടും ആ. മറ്റ് അപ്പസ്തോലന്മാരോടും ചോദിച്ചു, സഹോദരന്മാരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഞങ്ങൾ ഇനി എന്നതാ ചെയ്യണ്ടേ? അല്ലേ? ഇത് കേട്ട് കഴിഞ്ഞപ്പോ കേട്ട ആളുകൾക്ക് മനസ്സിലായി, ഇങ്ങനെ പോയാൽ പറ്റില്ല, ജീവിതത്തിൽ ഒരു മാറ്റം വേണം. ഒരു വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയിൽ സംഭവിക്കേണ്ട അടിസ്ഥാനപരമായ മാറ്റം, ആ വ്യക്തിയുടെ ഉള്ളില് വലിയ മാറ്റം. ഇങ്ങനെ പോയാൽ പറ്റൂല, എനിക്കൊരു മാറ്റം വേണം. അടുത്ത വചനം വായിച്ചേ. ഒരു കാര്യം നമ്മൾ പഠിക്കും. വായിച്ചേ. പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്നതാ? പശ്ചാത്തപിക്കണം. പരിശുദ്ധാത്മാവിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ, അനുഭവിക്കാൻ ഒരു വ്യക്തി ചെയ്യേണ്ട കാര്യം, തൻ്റെ ജീവിതത്തിൽ സ്വഭാവത്തിൽ ഒരു മാറ്റം, പശ്ചാത്തപിക്കണം. അപ്പോ അപ്പസ്തോല പ്രവർത്തന 2-ാം അധ്യായം, നമ്മൾ വിഷയത്തിലോട്ട് വരുവാണ്. 2-ാം അധ്യായത്തിൽ പത്രോസ്ലീഹ പ്രസംഗിച്ചപ്പോ ദൈവജനത്തിന്റെ ഹൃദയം നുറുങ്ങി. എന്നിട്ട് അവർ ചോദിച്ചു, ഞങ്ങൾ എന്നാ ചെയ്യേണ്ടത്? അപ്പൊ പത്രോസ്ലീഹ പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കണം. എന്നിട്ട് അവരെല്ലാവരും യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചു. ചോദിക്കട്ടെ, അപ്പസ്തോല പ്രവർത്തന 2-ാം അധ്യായത്തിൽ പന്തക്കുസ്ത ദിനത്തിൽ എത്ര പേര് യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചു? എത്ര പേര്? പറ. 2 പേര്, 10 പേര്, 20 പേര്, 100 പേര്, 1000? എത്ര പേര്? അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 41-ാം തിരുവചനത്തിൽ പറയുന്നു, ചാപ്റ്റർ 2 വേഴ്സ് 41. എന്താ പറയുന്നേ? 3000 പേർ. 1 2 അല്ല, 3000 പേര് ഒരൊറ്റ ദിവസം പന്തക്കുസ്ത ദിനത്തിൽ 3000 പേര് യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചു. 3000 പേര്. പറ, എത്ര പേര്? ഇത് പഠിച്ചോണം, ഇത് കണക്ക് പഠിക്കണം കേട്ടോ, കണക്ക് പഠിക്കണം. ഒരു ശുശ്രൂഷ നടന്നു കഴിയുമ്പോൾ സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നതാ? യേശുവിന് രക്ഷകനും നാഥനുമായിട്ട് 3000-ഓളം പേര് സ്വീകരിച്ചു. അത് കഴിഞ്ഞിട്ട് അടുത്ത അധ്യായം 3-ാം അധ്യായത്തിലേക്ക് പോകുന്നു. പത്രോസും യോഹന്നാനും 2 പേരും. 2 പേരുടെ പേര് പറഞ്ഞേ. പത്രോസും യോഹന്നാനും ഇതാ ദേവാലയ കവാടത്തിലൂടെ പോകുമ്പോൾ ഒരു പാവപ്പെട്ട ഒരുത്തൻ, എഴുന്നേറ്റിരിക്കാൻ ശേഷിയില്ല, അവൻ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, എനിക്കെന്തെങ്കിലും തരണം. പത്രോസ്ലീഹ ഉടനെ അവനോട് പറയുന്ന ഒരു ഡയലോഗുണ്ട്. എന്നതാണെന്നറിയോ? ഒന്ന് വായിച്ചേ. അപ്പസ്തോല പ്രവർത്തനം 3-ാം അധ്യായം 6-ാം തിരുവചനം. പത്രോസ് പറഞ്ഞു, വെള്ളിയോ സ്വർണമോ എന്റെ കയ്യിലില്ല. എന്നതില്ല? വെള്ളിയോ സ്വർണമോ എന്റെ കയ്യിലില്ല. ഉണ്ടോ? കഴുത്തേൽ കിടപ്പുണ്ട്. സ്വർണ്ണമാണോ മുക്കുകൊണ്ടാണോ എന്തോ ഉണ്ട്. സ്വർണമോ വെള്ളിയോ എന്റെ കയ്യിലില്ല. ഇനി എനിക്ക് എന്റെ കയ്യിലുള്ളത് എന്നതാ? അത് പറയും. വായിച്ചേ. എനിക്കുള്ളത് ഞാൻ നിനക്ക് നൽകുന്നു. എന്നതാ? നസ്രായനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ പത്രോസിന്റെ കയ്യിൽ എന്നതാ ഉള്ളത്? ആകപ്പാടെ യേശു, നസ്രായനായ യേശു. ആ വ്യക്തിയാണ് ഈശോയുടെ പത്രോസിന്റെ കയ്യിലുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങളുടെ കയ്യിൽ എന്നതാ ഉള്ളേ? എൻ്റെ അച്ചോ, കുറേ ദുഃഖം, കുറേ ഭാരം, ആകുലത, ഓർക്കുന്തോറും ഉറക്കം കിട്ടണില്ല അച്ചോ. കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി വന്നിട്ട് പറഞ്ഞതാ, ഓർക്കുന്തോറും ഉറക്കം കിട്ടുന്നില്ല. എന്നതാ കയ്യിലുള്ളേ? ഇങ്ങനെ കുറേ കാര്യങ്ങൾ. പത്രോസ്ലീഹയുടെ കയ്യിൽ എന്നതാ ഉള്ളേ? യേശു. നമ്മുടെ കയ്യിൽ എന്നതാ ഉള്ളേ? കുറേ ഇങ്ങനെയുള്ള സങ്കടങ്ങൾ. പത്രോസ്ലീഹ ആ മുടന്തനോട് പറഞ്ഞു, എനിക്ക് തരാൻ സ്വർണ്ണവും ഇല്ല, വെള്ളിയുമില്ല, എൻ്റെ കയ്യിലുള്ളത് ഞാൻ നിനക്ക് നൽകുന്നു എന്ന് പറഞ്ഞ് ഈശോയുടെ അത്ഭുതകരമായ നാമത്തിൽ അവനോട് പറയുന്നു, എഴുന്നേൽക്കുക, നടക്കുക. വചനം വായിക്കുന്നത് ഇങ്ങനെയാണ്, തൽക്ഷണം അവൻ എഴുന്നേറ്റ് നടന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചേ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അല്പം കൂടെ ഒച്ചത്തി പറഞ്ഞേ. അല്പം കൂടെ ഒച്ചത്തി പറഞ്ഞേ. കരങ്ങൾ കൂപ്പി പരിശുദ്ധ അൾത്താരയിലേക്ക് നോക്കി പ്രാർത്ഥിക്കുന്ന സമയം, പ്രിയപ്പെട്ട ദൈവജനമേ,
ദൈവവചനത്തിൻ്റെ ശക്തി ഈ ആരാധനയിൽ നമ്മൾ അനുഭവിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. നിന്റെ ആത്മീയ ജീവിതത്തിന് തടസ്സമായിട്ടുള്ള എന്താണോ അതിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നിന്റെ ആത്മീയ വളർച്ചയ്ക്ക് തടസ്സമായിട്ടുള്ളത് എന്താണോ ആ വിഷയങ്ങൾ ഓർത്ത് സമർപ്പിക്കുക. ആദിമ ക്രൈസ്തവ സമൂഹം ഇതാ അവരൊരുമിച്ച് പ്രാർത്ഥിച്ചു. പത്രോസും യോഹന്നാനും അധികാരികളുടെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെട്ടു. അവരോട് പറഞ്ഞു, ഇനിമേലിൽ നിങ്ങൾ ഈശോയുടെ നാമം പോലും ഉച്ചരിക്കരുത്. എന്നാൽ അവരൊരുമിച്ച് വന്ന് ദൈവജനത്തോട് ചേർന്ന് പ്രാർത്ഥിച്ചത്, ദൈവമേ, സർവശക്തനായ ദൈവമേ, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവമേ, സർവചരാചരത്തിൻ്റെ ഉറവിടമേ, അവരുടെ ഭീഷണികളെ ദൈവമേ അങ്ങ് ശ്രദ്ധിക്കണമേ. കണ്ണടച്ച് കൈകൾ കൂപ്പി കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്നത് എന്താണോ അതിനെ അൾത്താരയിൽ സമർപ്പിക്കുന്ന സമയമാണ്. ഒരുപക്ഷെ ആത്മീയമായി അല്പം കൂടെയൊക്കെ വളരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ വീട്ടിലെ സാഹചര്യങ്ങൾ സമ്മതിക്കുന്നില്ല എന്ന് ചിന്തിക്കുന്നവർ ദൈവാരാധനയിൽ പങ്കെടുക്കുന്നുണ്ട്. എൻ്റെ ജീവിത പങ്കാളി സമ്മതിക്കുന്നില്ല, മക്കൾ സമ്മതിക്കുന്നില്ല, സമയം കിട്ടുന്നില്ല, വീട്ടിലെ അവസ്ഥ വളരെ മോശമാണ്, സാമ്പത്തികമായ ഞെരുക്കമുണ്ട്, മക്കളെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ സങ്കടമാണ്, അച്ഛാ കുടുംബം ഒന്നും പച്ച പിടിക്കുന്നില്ല എന്ന് ഭാരപ്പെടുന്നവരുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഈശോയുടെ മുമ്പിൽ നിന്റെ ആ മേഖലകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഏതു മേഖലയിലാണ് നീ അസ്വസ്ഥത അനുഭവിക്കുന്നത്? പ്രാർത്ഥനാ ജീവിതത്തിൽ ആത്മീയ മേഖലയിൽ വളരുന്നതിന് എന്താണ് നിന്റെ തടസ്സം? ഈശോയെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിൽ എന്താണ് നിന്റെ തടസ്സം? ആ മേഖലകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഈശോയുടെ മുമ്പിൽ നമ്മളിങ്ങനെ മുട്ടുകുത്തി കണ്ണടച്ച് കരങ്ങൾ കൂപ്പി നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുമ്പോൾ ഈശോ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി തരും. ചില സംഭവങ്ങൾ മനസ്സിൽ കൊണ്ടുവന്നു തരും. ചില വ്യക്തികളുടെ മുഖങ്ങൾ, ചില പേരുകളൊക്കെ മനസ്സിൽ വെളിപ്പെടുത്തി തരും. എന്തിനെന്നറിയോ? ആ മേഖലകളും സംഭവങ്ങളും വ്യക്തികളെയും എല്ലാം ഈശോയുടെ കയ്യിലോട്ട് അങ്ങോട്ട് കൊടുത്തോ. ഒരുപക്ഷെ ചില കൂട്ടുകെട്ടാവും, ചില കൂട്ടുകെട്ടുകൾ വിട്ടുപിരിയാൻ പറ്റണില്ല ഈശോയെ, അതുപോലുള്ളൊരു കൂട്ടുകെട്ട്. പക്ഷേ എനിക്കറിയാം ഈ കൂട്ടുകെട്ട് എൻ്റെ ആത്മീയ ജീവിതത്തെ തകർക്കുന്നു. അങ്ങനെയെങ്കിൽ നീ ഇപ്പോൾ ഈശോയോട് പറ, ഈശോയെ ഈ കൂട്ടുകെട്ടിനെ അങ്ങ് ശ്രദ്ധിക്കണമേ. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിഞ്ഞുകൂടാ, പക്ഷേ കർത്താവെ അങ്ങ് ശ്രദ്ധിക്കണമേ. ചില രീതികൾ, ഒരു പക്ഷെ മൊബൈൽ ഫോൺ നമ്മുടെയൊക്കെ പലരുടെയും വല്ലാത്തൊരു പീഡയായിട്ട് മാറിയിട്ടുണ്ടാവും. ഈശോയെ ഇതിൻ്റെ അടിമയായി പലപ്പോഴും പോണു. നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പലപ്പോഴും ഉപയോഗിക്കാൻ ആഗ്രഹിച്ചെടുക്കുന്നതാ, പക്ഷേ പലപ്പോഴും ആവശ്യമില്ലാത്തത് കണ്ടും കേട്ടും ഒത്തിരി സമയമൊക്കെ ഞാൻ ഇതിൻ്റെ പുറകെ കളയുന്നു. എൻ്റെ ആത്മീയ ജീവിതത്തിന് ഇതൊരു തടസ്സമാണ് കർത്താവേ. കർത്താവെ എന്താ ചെയ്യണ്ടേന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈശോയെ ഈ വിഷയത്തിൽ അങ്ങ് ഇടപെടണമേ, അങ്ങ് ശ്രദ്ധിക്കണമേ. ചുരുക്കം ചിലർക്കെങ്കിലും പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ ഉറക്കം വരുന്നു, ക്ഷീണം വരുന്നു, വചനം വായിക്കാൻ തോന്നുന്നില്ല, കൊന്ത ചെല്ലാൻ തോന്നുന്നില്ല, വല്ലാത്തൊരു മരവിപ്പ്. കർത്താവേ, എൻ്റെ ശരീരത്തിൻ്റെ ക്ഷീണവും മരവിപ്പും ഒക്കെ അങ്ങ് ശ്രദ്ധിക്കണമേ. ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിൽ മറ്റുള്ളവർ മൂലം നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ളൊരു പീഡകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, അയൽവാസികളാവാം, ഇടവകക്കാരാവാം, നാട്ടുകാരാവാം, ആരെങ്കിലും നിന്നെ ഉപദ്രവിക്കുന്നു, ആരെങ്കിലും നിന്നെ വിഷമിപ്പിക്കുന്നു, നിന്നെക്കുറിച്ച് ഇല്ലാ കഥകൾ പറയുന്നു എന്നിങ്ങനെ ഏതെങ്കിലും ഒരു വിഷമം
നിന്റെ ആത്മീയ ജീവിതത്തെ ഇങ്ങനെ പിടിച്ചുലയ്ക്കുന്നുണ്ടെങ്കിൽ ഈശോട് പറ, ഈശോയെ നീ ശ്രദ്ധിക്കണേ, ഞാൻ എന്ത് ചെയ്യാനാ അവർക്കെതിരെ, നീ ശ്രദ്ധിക്കണേ ഈശോയെ, നീ ശ്രദ്ധിക്കണമേ. അനേക മാതാപിതാക്കൾക്ക് അവരുടെ ആത്മീയ മേഖലയ്ക്ക് സമയം കിട്ടാത്തത് മക്കളെക്കുറിച്ച് ഓർത്തിട്ടാ. മക്കളെക്കുറിച്ച് ഓർക്കണ്ടെന്നല്ല, ചില മാതാപിതാക്കൾക്ക് 24 മണിക്കൂറും ആകുലതയാണ്. എൻ്റെ മകൻ, എൻ്റെ മകൾ എന്താകും, ഇങ്ങനെയൊക്കെ ആയാൽ എന്താകും? ആ വിഷയം ഈശോയ്ക്ക് കൊടുക്കുക. പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഈ സമയം ഏതെങ്കിലും മേഖലകൾ സമർപ്പിക്കാനുണ്ടെങ്കിൽ ആ മേഖല സമർപ്പിച്ചിട്ട് പ്രാർത്ഥിക്കണം. ഒരുപക്ഷെ ചില പാപശീലങ്ങളായിരിക്കും, ചെറുപ്പകാലം മുതൽ വളർത്തിയെടുത്ത ചില ദുശീലങ്ങൾ, ശരീരത്തിൻ്റെ ചില പാപവാസനകൾ, നാവിൻ്റെ പ്രത്യേകിച്ചുള്ള ചില ചീത്ത പറയുന്ന സ്വഭാവ രീതികൾ മാറ്റാൻ ശ്രമിച്ചിട്ട് പറ്റണില്ല. വാതിറക്കുമ്പോൾ ചീത്ത പറയുന്ന, നുണ പറയുന്ന, കുറ്റം പറയുന്ന, പരാതി പറയുന്ന ഒരു സ്വഭാവശീലം സമർപ്പിച്ചേ. ഏതു മേഖലയിലാണോ നിനക്ക് മാറ്റം വേണ്ടത്, ആ മേഖല സമർപ്പിച്ചതിന് ശേഷം കർത്താവിൻ്റെ മുമ്പിൽ നിന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക. കർത്താവെ, ഇന്ന വിഷയങ്ങളിൽ കർത്താവെ അങ്ങ് ഇടപെടണമേ, അത്ഭുതകരമായിട്ട് ഇടപെടണമേ. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചോ. ഈ പോട്ടാശ്രമത്തിൻ്റെ ആലയം വിട്ട് നീ ഇറങ്ങിപ്പോകുമ്പോൾ നിന്റെ മനസ്സിൽ വലിയൊരു ബോധ്യം, കർത്താവെ, എൻ്റെ ആത്മീയ മേഖലയെ തടയുന്ന എല്ലാ മേഖലകളെയും കർത്താവെ അങ്ങ് ശ്രദ്ധിക്കണമേ, അങ്ങ് ശ്രദ്ധിക്കണമേ. എനിക്കെന്നതാ വേണ്ടതെന്നറിയോ ഈശോയെ? അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായം 30-ാം തിരുവചനത്തിൽ എഴുതപ്പെട്ട വചനത്തിൻ്റെ അഭിഷേകം എന്നിലേക്ക് വ്യാപരിക്കപ്പെടട്ടെ. അവിടുത്തെ പരിശുദ്ധ ദാസനായ യേശുവിൻ്റെ നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കൈകൾ നീട്ടണമേ. അവിടുത്തെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കാൻ ഈ ദാസനെ അനുഗ്രഹിക്കണമേ, ദാസി അനുഗ്രഹിക്കണമേ. കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഈ പ്രാർത്ഥന ആഗ്രഹിച്ച് ആവർത്തിച്ച് ഹൃദയത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. അവിടുത്തെ പരിശുദ്ധ ദാസനായ യേശുവിൻ്റെ നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കൈകൾ നീട്ടണമേ. അവിടുത്തെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കാൻ ഈ ദാസി അനുഗ്രഹിക്കണമേ. കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ആവർത്തിച്ച് ഹൃദയത്തിൽ പ്രാർത്ഥിച്ചു കൊള്ളണം. പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. അവിടുത്തെ പരിശുദ്ധ ദാസനായ യേശുവിൻ്റെ നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കൈകൾ നീട്ടണമേ. അവിടുത്തെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കാൻ ഈ ദാസരെ അനുഗ്രഹിക്കണമേ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈ ശക്തിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയം, എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയം തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് അനേകരിൽ അത്ഭുതകരമായിട്ട് ഇടപെടുന്നുണ്ട് കേട്ടോ. വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നാവ് തുറന്ന് ഹൃദയം തുറന്ന് പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കണം. നാവിന്റെ എല്ലാ കെട്ടുകളും അഴിയപ്പെടട്ടെ. ഈ സമയത്ത് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിന്റെ മേൽ ഒരു പുതിയ ശക്തി വെളിപ്പെടട്ടെ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഭാഷാവരത്തിലേക്ക് പ്രാർത്ഥിക്കാൻ ലഭിക്കുന്നവര് ഭാഷാവരത്തിൽ ഹൃദയം തുറന്ന് പരിശുദ്ധാത്മാവേ, ആബാപിതാവേ, യേശുവേ എന്ന് വിളിക്കട്ടെ, യേശുവേ എന്ന് വിളിക്കട്ടെ. അത്ഭുത ചൈതന്യം അനേകരിലേക്ക് വ്യാപരിക്കുന്നു. അനേകരുടെ ശരീരത്തില്, അനേകരുടെ മനസ്സില് ആത്മീയ മേഖലകളെ പരിശുദ്ധാത്മാവ് പിടിച്ചു കുലുക്കുന്നു.